ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ശാരീരികവും മാനസികവുമായ സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഹബീബായ മുത്തുനബിയുടെ മദ്ഹ് പറയുന്ന ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു റാഹത്തും സന്തോഷവും ആഫിയത്തും തരട്ടെ. മാ ജാഅ ഫീ ശൈബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിരയെക്കുറിച്ച് പറയുന്ന പാടാണ്. ഇതിലൊക്കെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ നബി തങ്ങളുടെ തലയിലും താടിയിലൊക്കെ എത്ര നരമുടിയുണ്ട് എന്ന് പോലും സഹാബാക്കൾ എണ്ണിയിരുന്നു എന്നുള്ളതാണ്. അത്രയും കൗതുകത്തോടു കൂടിയാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ അവർ നോക്കിയിരുന്നത്. നമുക്ക് ഹദീസിൻ്റെ സനദ് വായിക്കാം. ഹദ്ദസനാ മുഹമ്മദ് ബിൻ ബശാരിൻ അഖ്ബറനാ അബൂ ദാവൂദ് അഖ്ബറനാ ഹമ്മാം ബിൻ ഖതാദത്ത് റളിയല്ലാഹു അൻഹും ഖാൽ ഖുൽതു ലി അനസ് ബിൻ മാലിക്. നബി തങ്ങളുടെ ഖാദിം അനസ് ബിൻ മാലിക്കിനോട് ഞാൻ പറഞ്ഞു, അൽ ഖലബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂല് ഈ മുടിക്ക്, നരച്ച മുടിക്ക് ചായം തേച്ചിരുന്നോ? ചില ആൾക്കാരെ കണ്ടല്ലോ മൈലാഞ്ചി മറ്റൊക്കെ ഇട്ടിട്ട്. ലംബലുഖദാലിക്ക് ഇന്നമാക്കാൻ ശൈബം ഫീ സുദ്ഗൈ. അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. അത് നബി തങ്ങളുടെ സുദതിൽ അല്പം നിര ഉണ്ടായിരുന്നു. ഈ കണ്ണിൻ്റെയും ചെവിൻ്റെയും ഇടയിലുള്ള സ്ഥലത്ത് കുറച്ച് നിര. വലാക്കിൻ അബൂബക്കറിൻ ഖലബ ബിൽ ഹിന്നാഇ വൽ ഖത്തം. അബൂബക്കർ റളിയല്ലാഹു അൻഹു നരച്ച മുടിക്ക് മൈലാഞ്ചി കൊണ്ടും ഖത്തം എന്ന് പറയുന്ന കുറച്ച് കറുപ്പും, ഹിന്നാഗ് എന്ന് പറയുമ്പോൾ ചുവപ്പായിരിക്കും ഉണ്ടാകുക മൈലാഞ്ചി, ഇതുകൊണ്ട് ചായമിട്ടിരുന്നു. ഈ നമ്മൾ ഒരുപാട് ഹദീസ് വായിക്കുമ്പം പലരും പറയും ഇത്ര മുടി നരച്ചിട്ടുണ്ടായിരുന്നു, ചായ ഇട്ടിട്ടുണ്ടായിരുന്നു, കളറ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ അങ്ങനെ പല റിപ്പോർട്ടുകളും പറയും. കാരണം പലരും പല സമയത്താണല്ലോ ഇതൊക്കെ റസൂലുള്ളാഹിനെ കാണുന്നത്. അധിക സമയത്തും അങ്ങനെ ചായയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. മറ്റൊരു ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ അദത്തു ഫി റസൂലില്ലാഹി വലഹിയതി ഇല്ലാ 14 ശഅറത്തൻ ബൈള. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തലയിലും താടിയിലുമായി 14 നരച്ച മുടികളെ ഞാൻ എണ്ണിയിട്ടുള്ളൂ. 14 മുടിയൊക്കെ കാണും. 63 വയസ്സായ ഒരാളവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ നോക്കി സ്വന്തം തലയ്ക്ക് മുടിക്കൊക്കെ എത്ര വയസ്സായി, എത്ര നരണ്ട് എന്നുള്ളത്. ചില ആൾക്കാർ പറയും നരച്ചിട്ടില്ല എന്ന്. അതിൻ്റെ കാരണം എന്താ? ബഹുമാനപ്പെട്ട ജാബിർ ബിൻ സമുറത്ത് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു റസൂലുള്ളാഹിൻ്റെ നരയെക്കുറിച്ച്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്ത് എല്ലാവരും ചെല്ലണേ. സലാത്ത് സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം. കാന ഇദദ്ദഹന റഅ്സുഹു ലം യുറ മിൻ ശൈ. തലയിൽ എണ്ണിട്ടാൽ നിര കാണൂലായിരുന്നു. എണ്ണ ഇട്ടിട്ടില്ലെങ്കിൽ നിര കാണും ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്കാണ് എണ്ണ ഇടാറുള്ളത് എന്നുള്ളത്. അപ്പോൾ എണ്ണിട്ട് കഴിഞ്ഞാൽ പൊതുവേ നിരകളൊക്കെ മുടിയൊക്കെ ഒതുങ്ങി നിൽക്കുമല്ലോ. അപ്പോൾ പിന്നെ തീരെ അപ്പോൾ എന്തൊരു ഭംഗി ഉണ്ടാക്കും. 63 വയസ്സായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ശരീരത്തിൽ ഒരു ചുളിവും വീണിട്ടില്ല, നല്ല ഒഴുക്കുള്ള പട്ടിനേക്കാൾ മിനുസമുള്ള ശരീരം. അന്ന് വയസ്സായ ആൾക്കാരുടെ ശരീരത്തിന് ഉണ്ടാവില്ല. നബിൻ്റെ കയ്യും പട്ടും ഞാനിങ്ങനെ മാറി മാറി തൊട്ടി നോക്കിയിട്ടുണ്ട്. പക്ഷേ നബിൻ്റെ കയ്യിനായിരുന്നു കൂടുതൽ മിനുസം എന്ന് പറയുന്നുണ്ട്. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിനെ കുറിച്ച്. വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴുകി അങ്ങോട്ട് പോകുന്നു. കാരണം അത്രയും ഒഴുക്കുള്ള ശരീരമായിരുന്നു. അപ്പോൾ 63 വയസ്സായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു വയസ്സും ആർക്കും തോന്നിയിട്ടുണ്ടാവില്ല. നല്ല ചെറുപ്പക്കാരനായിട്ടാണ് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ തോന്നരുതല്ലോ. ഒരു മനുഷ്യൻ പോലും അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചായി നരച്ചാകെ ആയിപ്പോയി, ആകെ ചുളി വന്നു, ഒരു കുറ്റം പോലും പറയാത്ത, ഒരു കുറവ് പോലും പറയാതെ അള്ളാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനിപ്പിക്കുകയും വളർത്തുകയും മരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നബിൻ്റെ പല്ല് പൊട്ടിയതിനെ കുറിച്ച് പറയാറുണ്ട്. ഉഹദ് യുദ്ധത്തിൽ ശത്രുക്കളുടെ അമ്പ് കൊണ്ടിട്ട് നബിൻ്റെ മുൻപല്ല് പൊട്ടി എന്ന് പറയുന്നുണ്ട്. പിന്നെ സഹാബാക്കൾ പറയുന്നുണ്ട് ആ പൊട്ടിയ പല്ലോടുകൂടി അള്ളാഹിൻ്റെ റസൂൽ ചിരിക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയാം. ഒരു അല്പ പൊട്ടാണെങ്കിൽ പോലും അത് നബി തങ്ങളുടെ ആ ഭംഗിയെ വർദ്ധിപ്പിച്ചു എന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസ് കാണാം. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് 20ഓളം നരച്ച മുടി ഉണ്ടായിരുന്നു. അപ്പോൾ മൂപ്പര് എണ്ണിയപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടാകും. ഇനി ഒരു ഹദീസ്, പ്രധാനപ്പെട്ട ഒരു ഹദീസ് കേൾക്കുക. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം.
അബൂബക്കർ റളിയല്ലാഹു അൻഹു വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുള്ളൂ. പറയുന്ന വാക്കുകളൊക്കെ ഒരു പ്രവാചകൻ പറയുന്ന അത്രയും കനവും ഗാംഭീര്യവും ഉണ്ടാവും. അതാണ് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പ്രത്യേകത. അപ്പോൾ മൂപ്പര് ഒരു കാര്യം ചോദിക്കണമെങ്കിൽ അതിൽ വല്ലാത്ത ആശയങ്ങളും അർത്ഥങ്ങളും ഉണ്ടാകും. അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, ഖദ് ശിബ്ത്, അങ്ങ് നിരച്ചല്ലോ. ഇത് 60-63 വയസ്സായ ആളോട് നിരച്ചല്ലോ എന്ന് ചോദിക്കുന്നതിൽ ഇപ്പം എന്താ കൗതുകല്ലേ, സാധാരണല്ലേ? അവിടെയാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി. അങ്ങയുടെ ശരീരം സമ്പൂർണ്ണമാണ്, അങ്ങയുടെ സൃഷ്ടിപ്പ് സമ്പൂർണ്ണമാണ്, അങ്ങയുടെ ആരോഗ്യസ്ഥിതി സമ്പൂർണ്ണമാണ്. ഇങ്ങനെയുള്ള ഒരാൾ നിരക്കാൻ പാടില്ലല്ലോ. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ വാർദ്ധക്യമെന്ന് പറയുന്നത്. അള്ളാഹു പൂർണ്ണനായി സൃഷ്ടിച്ച അങ്ങേക്ക് ഒരു നേരെ പോലും വാരാൻ പാടില്ലല്ലോ എന്നാണ്. ആരോടാ ഈ പറയുന്നത്? ജീവിതത്തിലെ ഒരാൾ സഹിക്കാവുന്നതിൽ എല്ലാ പരീക്ഷണങ്ങളും നേരിട്ട, ജീവിതകാലത്ത് തന്നെ 6 മക്കൾ മരിച്ചുപോയ, നബിതങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ ഖദീജ ബീവി മരിച്ചുപോയ, ജീവിതത്തിൽ 80-ലധികം യുദ്ധങ്ങൾ ചെയ്യേണ്ടി വന്ന, തൻ്റെ അനുയായികളിൽ നിന്ന് 100 ആളുകൾ കൊല്ലപ്പെട്ട, എളാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട, ഹംസ റളിയല്ലാഹു അൻഹു നഷ്ടപ്പെട്ട അങ്ങനത്തെ ഒരാൾ നിരച്ചിട്ടില്ല. എന്നിട്ട് ചോദിക്കണം, നിങ്ങൾ എന്തേ നിരച്ചത്? അപ്പോൾ പറയാണ്, സയ്യബത്തിനി യഹൂദും വൽ വാഖിയത്ത് വൽ മുർസലാത്ത് വഅമ്മ യതസാഅലൂൻ വൈദ ശംസു കുഫിറത്ത്. ഈ സൂറത്തുകളാണ് എന്നെ നിരപ്പിച്ചത്. ദുനിയാവിൻ്റെ പരീക്ഷണങ്ങളൊന്നുമല്ല, എൻ്റെ ശരീരത്തിൻ്റെ ന്യൂനതയുമല്ല. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. ഫസ്തഖിം ഖമാ ഉമിർത്ത്, കൽപ്പിക്കപ്പെട്ടതുപോലെ ജീവിക്കണമെന്ന് ആയത്തിറങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും ഉറക്കനെ കരഞ്ഞു എന്നാ. മദീനത്തെ പള്ളിയിൽ കരച്ചിലിൻ്റെ ഒലിയുണ്ടായി. കൽപ്പിക്കപ്പെട്ടതുപോലെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു വലിയ താക്കീതിൻ്റെ വർത്താനാ. സഹാബാക്കൾ ആകെ കരഞ്ഞു എന്നാ. അള്ളാഹിൻ്റെ റസൂലിനും വല്ലാത്ത വിഷമായിപ്പോയി. എങ്ങനെയാണ് ജീവിക്കുക? കൽപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ജീവിക്കാൻ നമ്മൾ മലക്കടലല്ലോ. നമുക്ക് വിചാരങ്ങളില്ലേ, വികാരങ്ങളില്ലേ? അപ്പോഴാണ് അല്ലാഹു തആല ഖുർആൻ ഇറക്കുന്നത്, ഫത്തഖുല്ലാഹ മസ്തതഅ്തും, നിങ്ങളോട് സാധിക്കുന്ന വിധത്തിൽ നിങ്ങൾ അല്ലാഹു തആലക്ക് തഖ്വ ചെയ്യുക. അപ്പോഴാണ് സഹാബത്തിന് സമാധാനം കിട്ടിയത്. സൂറത്ത് ഹൂദിലും ബാഖിയാത്തിലും മുർസലാത്തിലും അമ്മ യതസാഅലൂൻ ഖിയാമത്ത് നാളിൻ്റെ ഭീകരമായ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ഖിയാമത്ത് നാളിൻ്റെ നേതാവാണ് അള്ളാഹിൻ്റെ റസൂല്. ആ അള്ളാഹിൻ്റെ റസൂല് ഈ ഖിയാമത്ത് നാളിൻ്റെയും മറ്റുമൊക്കെ സംഭവം പറഞ്ഞപ്പോൾ നബി തങ്ങളാകെ വിഷമിച്ച് അതിൻ്റെ പേരിലാണ് എന്നെ നിരച്ചത്. ഈ സൂറത്തുകളാണ് എന്നെ നിരപ്പിച്ച് കളഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഈ സൂറത്തുകളാണ് നിരക്കാൻ കാരണമായത്. അല്ലെങ്കിൽ ഒരു മുടി പോലും നിരച്ചിട്ടുണ്ടാവില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ 20 മുടികൾ നിരച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും പടച്ചോനെ പേടിച്ചിട്ട് നിരച്ചതാണ്. പരിശുദ്ധ ഖുർആൻ ഓതി ചിന്തിച്ചിട്ട് നിരച്ചതാണ്. ഇത് നബി തങ്ങളുടെ പൂർണ്ണതയാണ്. അവിടുത്തെ നിരയും സമ്പൂർണ്ണതയുടെ അടയാളമാണ്. ഹദ്ദസനാ സുഫിയാൻ ബിൻ വക്കീൻ ഹദ്ദസനാ മുഹമ്മദ് ബിൻ ബിശ്രിൻ അൻ അലി ബിൻ സ്വാലിഹിൻ റളിയല്ലാഹു തആല അൻഹു അൻ ഇസ്ഹാഖ അബി ഇസ്ഹാഖ നബി ജുഹ്ഫ. ഞാനിങ്ങനെ വായിക്കുമ്പോൾ സാധാരണക്കാരായ ആളുകളുണ്ടാകും. ഞാനതൊന്ന് പറഞ്ഞു തരും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഹദ്ദസനാ സുഫിയാൻ ബിൻ വക്കീൻ എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അബൂ ഈസ തുർമുദി എന്ന് പറയുന്ന വലിയ മഹാനാണ്, ബുഖാരി ഇമാമിൻ്റെ ശിഷ്യൻ. അദ്ദേഹം പറയാണ്, എൻ്റെ ഉസ്താദ് സുഫിയാൻ ബിൻ വക്കി എന്നവർ എനിക്ക് ഹദീസ് പറഞ്ഞു തന്നു. ഉസ്താദ് സുഫിയാൻ ബിൻ വക്കി എന്നവർ പറയാണ്, ബഹുമാനപ്പെട്ടവർ പറയാണ്, എനിക്ക് എൻ്റെ ഉസ്താദ് മുഹമ്മദ് ബിൻ ബിശ്രി എന്ന് പറയുന്ന ഉസ്താദാണ് ഈ ഹദീസ് പറഞ്ഞു തന്നത്. മുഹമ്മദ് ബിൻ ബിശ്രി എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ പറയാണ്, എനിക്ക് പറഞ്ഞു തന്നത് അലി ബിൻ സ്വാലിഹ് എന്ന് പറയുന്ന ഉസ്താദാണ്. അലി ബിൻ നബി സ്വാലിഹ് എന്നവർ പറഞ്ഞു തന്നത് മൂപ്പർ ഉസ്താദ് അബൂ ഇസ്ഹാഖ് എന്ന് പറയുന്ന ഉസ്താദിനെ തൊട്ടാണ്. മൂപ്പർ താബിഈയാണ്. താബിഈ ഇസ്ഹാഖ് എന്നൊരു അബൂ ജുഹ്ഫ എന്ന് പറയുന്ന സ്വഹാബി പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ 5 ഉസ്താദുമാരുണ്ട് ബഹുമാനപ്പെട്ടവരുടെയും റസൂലുള്ളാഹിൻ്റെ ഇടയിൽ. 5, 6, 7 ഉസ്താദുമാരൊക്കെ ഉണ്ടാവും പരമ്പരയായിട്ട്. അങ്ങനെ നമ്മുടെ ഇസ്ലാമിലെ ഹദീസുകൾ സ്വീകരിക്കപ്പെടുള്ളൂ. അവർ പറയണേ, യാ റസൂലല്ലാഹ് നറാക ഖദ് ശിബ്ത്, അങ്ങയെ നിരച്ചതായിരിക്കാണ്. സഹാബാക്കൾക്ക് അത്ഭുതം, അള്ളാഹ് റസൂൽ എങ്ങനെ നിരച്ചത്? നബി നിരക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്.
അപ്പോൾ പറയാണ് സയ്യബത്തിനി ഹൂദും അഖവാത്തുഹ, സൂറത്ത് ഹൂദും അതിൻ്റെ കൂട്ടുകാരായ സൂറത്തുകളൊക്കെയാണ് എന്നെ നരച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് ഹൂദ് ഓതിയിട്ടുണ്ടാവും. നമുക്കിവിടെ ഇതൊക്കെ പഠിക്കാൻ നേരല്ലേ? ഒരു ഫാത്തിഹ സൂറത്തിൻ്റെ അർത്ഥം പോലും പഠിക്കാൻ നമുക്കാവില്ല. നിസ്കാരത്തിൽ ഓതിന് അലംതറൻ്റെ കീപ്പെട്ട് കുറച്ച് സൂറത്തുണ്ട്, അതുപോലും നമുക്ക് പഠിക്കാനാവില്ല. നമുക്ക് എല്ലാ സമയത്തും സോഷ്യൽ മീഡിയ, നാട്ടു വർത്താനം, കുടുംബ വർത്താനം, അല്ലാതെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഇതിനൊന്നും നമ്മുടെ ഉമ്മത്തിന് നേരല്ല എന്ന് പറഞ്ഞാൽ നേരമില്ലാത്തതുകൊണ്ടല്ല, നേരെ ഉപയോഗപ്പെടുത്തുന്നില്ല. നമ്മൾ ഇതിൻ്റെ ഒന്നും ആളായില്ലെങ്കിൽ പിന്നെ ആരാപതിൻ്റെയൊക്കെ ആൾക്കാരാവുക. അള്ളാഹു നാഫിയ ഇൽമ നമുക്ക് തരട്ടെ. 2 ഹദീസും കൂടെ ഉണ്ട്. തൈമുർ റബാബ് എന്ന് പറയുന്ന സഹാബി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അതൈതു നബിയ വ മഅ ഇബ്നുല്ലി, ഞാൻ നബിൻ്റെ അടുത്ത് ചെന്നു, എൻ്റെ കൂടെ എൻ്റെ മകനുണ്ടായിരുന്നു. ഫ ഉരീതുഹു, ഞാൻ നബിക്ക് മകനെ കാണിച്ചു കൊടുത്തു. അതൊക്കെ സഹാബാക്കളുടെ ഒരു രീതിയായിരുന്നു. മക്കളെ കൊണ്ടുപോകുക, റസൂലുള്ളാഹിന്റെ അടുത്ത് കൊണ്ടുപോകുക, ബർക്കത്തിന് വേണ്ടി ദ്വാരിക്കുക. നമ്മളൊക്കെ ചെയ്യാറുണ്ടോ മുഅ്മിനീങ്ങളെ? നമ്മളെ മക്കളൊക്കെ സ്വാലിഹീങ്ങളെടുത്ത് കൊണ്ടുപോയിട്ട് ദ്വാരിപ്പിക്കണം ഇടയ്ക്കിടയ്ക്ക്. അവർ ഈ ദുനിയാവിൻ്റെ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും ഇങ്ങനെ കുടുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നല്ല സ്വാലിഹീങ്ങളായ ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ദ്വാരിപ്പിക്കണം. സ്വഹാബത്തിൻ്റെ മാതൃകയാണ്. അവരെ തലോടലും അവരുടെ മന്ത്രിക്കലും അവരുടെ ദ്വാരമൊക്കെ വല്ലാത്ത ഫലം ചെയ്യും. സ്വാലിഹീങ്ങളെ കാണിക്കണം എപ്പോഴും മക്കളെ. അപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തു. ഫഖുൽതു ലമ്മാ റഅയ്തുഹു, ഞാൻ പറഞ്ഞു ഹാദാ നബിയുല്ലാഹ്, ഇത് അള്ളാൻ്റെ നബിയാട്ടോ മോനെ. അപ്പോൾ നബിൻ്റെ മേലെ അലൈഹി സൗബാനി അഖ്ദാർ, പച്ച 2 വസ്ത്രങ്ങളെ ധരിച്ചിട്ടുള്ളത്. അന്ന് നബിൻ്റെ വേഷം പച്ച വസ്ത്രമാണ്, പച്ച വസ്ത്രം. ചിലപ്പോൾ ചുവന്ന വസ്ത്രം ധരിക്കും, ചിലപ്പോൾ വെള്ള ധരിക്കും. അധികവും വെള്ളയാണ് ഔദ്യോഗികമായ വേദികളിലൊക്കെ. അല്ലാതെ ഉണ്ട് കറുപ്പ് വസ്ത്രം ധരിച്ചുകൊണ്ട് കറുത്ത തലകെട്ടിട്ടിയ സമയമൊക്കെ ഉണ്ട്. വലഹു ഷാറുൻ, അപ്പോൾ ഞാൻ ഇതിന്ന് നബി തങ്ങൾക്ക് മുടിയുണ്ട്. അത് അലാഹു ഷെയ്ബു ഷെയ്ബുഹു അഹ്മർ, അതിൻ്റെ മേലെ നിര കാണുന്നുണ്ട്, അത് ചുവന്ന കളറാണ്. അപ്പം മൈലാഞ്ചിയോട് കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 16 മുടിയിൽ ഇപ്പോൾ തലയിലും താടിയിലും കൂടിയാണ്. അപ്പോൾ വളരെ കുറച്ച് മുടികൾ അതിന് ചുവപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർ ചായം കൊടുക്കും, ചിലർ കൊടുക്കൂല, ഇതൊക്കെ ഉണ്ടാകും. ഇതൊക്കെ നമ്മളൊരു വിശാലമായ മനസ്സോട്. ചില ആൾക്കാർ ഉസ്താദുമാർ കറുത്ത് ധരിക്കും, ചിലപ്പോൾ ചുവപ്പ് ധരിക്കും, ചിലപ്പം വെളുത്ത് ധരിക്കും. ആരും ഒന്നിൻ്റെയും പേരിൽ നിസ്സാരാക്കണ്ട. അവർക്കൊക്കെ ഓരോ വകുപ്പുണ്ട്. ഏറ്റവും ഉത്തമമായ വസ്ത്രം വെളുപ്പാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ വൃത്തിയിലും കാര്യങ്ങളൊക്കെ കൊണ്ടിടക്കുന്ന ആൾക്കാർക്കല്ലേ അത് പറ്റുള്ളൂ. അല്ലാതെ വായക്കല കച്ചവടക്കാരൻ വെള്ള വസ്ത്രം ധരിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അയാളത് വെളുപ്പല്ലേ ആവുക, പുള്ളിക്കുപ്പായ ആവുക. അപ്പോൾ ഓരോ ജോലിയും കാര്യങ്ങളൊക്കെ അനുസരിച്ചൊക്കെ അതിൻ്റെ വസ്ത്രത്തിൻ്റെ കളറും മറ്റുമൊക്കെ മാറേണ്ടി വരും. പുതിയ കച്ചവടം ചെയ്യുന്ന ആൾ, പച്ചക്കറി കച്ചവടം ചെയ്യുന്ന ആൾ വെള്ള കുപ്പായം വെള്ള തുണി എടുത്തിടുന്ന അങ്ങനെ നടക്കുമോ? അയാൾക്ക് എല്ലാ ദിവസവും മാറ്റേണ്ടി വരും ഡ്രസ്സ്. അപ്പോൾ ഓരോന്നിനും ഇസ്ലാമിൽ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതൊക്കെ അള്ളാഹു താല നമുക്ക് ദീനിൽ എളുപ്പം നൽകിയിട്ടുണ്ട് എന്നാണല്ലോ. അപ്പോൾ സന്ദർഭത്തിനനുസരിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ജാബിർ ബിൻ സമറത്ത് അള്ളാഹുവിനോട് ചോദിച്ചു, അകാന ഫി റസ് റസൂലില്ലാഹി, റസൂലുള്ളാഹിൻ്റെ തലയിൽ നരണ്ടായിരുന്നോ? ലം യകും ഫി റസ് റസൂലില്ലാഹി ഷൈബുൻ, ഉണ്ടായിരുന്നില്ല. ഇല്ലാ ഷാറാത്തും ഫി മഫിരിഖ് റസി, ആ മൂർദാവിൽ തലൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് മുടി. ഇത് ദഹന വാറാഹുന്നദ്ദുഹുനു, അത് നബി തങ്ങൾ എണ്ണിട്ടാൽ എണ്ണ എന്ത് ചെയ്യും? അതിനൊക്കെ മറച്ച് കളയും. അഖ്ബറിന് അബൂരിമത്ത് പറയാണ്, അതൈത്തു റസൂൽ അള്ളാഹി മഅബിനില്ലി ഇബ്നു കഹാദ, ഇത് എൻ്റെ മകനാണ്. എൻ്റെ മകനെയും കൂട്ടി ചെന്നപ്പോൾ അള്ളാഹ് റസൂലിനോട് ചോദിച്ചു, ഇത് എൻ്റെ മകനാണോ ചോദിച്ചു. അതെ, ഇതിൻ്റെ മകനാണ്. അഷ്ഹദു ബിഹി, അല്ലെങ്കിൽ നബിയെ നിങ്ങളതൊന്ന് സാക്ഷ്യം വഹിക്കണം, അല്ലെങ്കിൽ ഞാനത് സാക്ഷ്യം വഹിക്കുന്ന എൻ്റെ പൊന്നാര മോനാണ്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ലാ യജ്നി അലൈക വലാ തജ്നി അലൈ, നബിൻ്റെ ഒരു പ്രയോഗമാണ്. മോനാണല്ലേ, ഓനെ കൊണ്ട് നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, എന്നെക്കൊണ്ട് ഓനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെയല്ലേ വാപ്പ മക്കൾ എന്നുള്ളതിൻ്റെ ഒരു ഗുണത്തെ അള്ളാഹു റസൂൽ അവിടെ സന്ദർഭോചിതമായിട്ട് പറയണം. മകൻ വാപ്പാനെയും ബുദ്ധിമുട്ടിക്കൂല, വാപ്പ മക്കളെയും ബുദ്ധിമുട്ടിക്കൂല. ഇസ്ലാമിലൊരു നിയമമുണ്ടല്ലോ, വാപ്പ മക്കളെ കൊന്നാൽ പകരം വാപ്പാനെ കൊല്ലൂല. കൊന്നവനെ പകരം കൊല്ലണം എന്നല്ലേ ഇസ്ലാമിലെ വിധി. പക്ഷെ വാപ്പയാണ് മകനെ കൊന്നെങ്കിൽ എന്തായാലും തിരിച്ച് കൊല്ലൂല എന്നാണ്. ലാ യജ്നി അലൈക്ക്, അവൻ എന്നോട് ദുൽമ, നീ വാപ്പാനോട് ദുൽമ. നബിൻ്റെ ഒരു പ്രഖ്യാപനം. നല്ല കുട്ടിയാണ്. കുറൈബത്തു ഷഹ്മഹമർ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ നരച്ച മുടിയല്ല, ചുവന്ന കളറിലാണ് കണ്ടത്.
ജഹ്ദമിയ എന്ന് പറയുന്ന സഹോദരി പറയാണ്, സഹാബിയത്ത് പറയാണ്, അന റഈതു റസൂലുള്ളാഹി യഖ്റുജു മിൻ ബൈതി, ഒരിക്കൽ നബി വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്ത് വരുന്നത് കണ്ടു. യൻഫുദു റൗസുഹു വഖദ് ഇഗ്തസൽ, നബി കുളിച്ച് വരികയാണ്, തലേന്ന് വെള്ളം ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ട്, തലയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉറ്റി വീഴുന്നത് കണ്ടു. വബി റൗസിഹി റദുഉം മിൻ ഹിന്ന, അപ്പോൾ നോക്കുമ്പോൾ തലയിൽ എന്തായിട്ടുണ്ട്, കുറച്ചിങ്ങനെ മൈലാഞ്ചി ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് ചോക്കാൻ വേണ്ടി. അപ്പോൾ മൈലാഞ്ചി ഇട്ടിട്ടും മൈലാഞ്ചി ഇടാതെയും മറ്റുമൊക്കെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. നരച്ച മുടി ചിലവർ കാണും, ചിലവർ കാടുവിനെ എണ്ണ ഇട്ടാറുണ്ടായിരുന്നു. ഇതൊക്കെ തലയിൽ മൈലാഞ്ചി കൊണ്ട്, ചുവപ്പ് കൊണ്ടോ മഞ്ഞ കളർ കൊണ്ടോ ചായം കൊടുക്കൽ സുന്നത്താണെന്നാണ്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ സുന്നത്താണെന്നാണ് ഷാഫി മദ്ഹബ്. ചില മദ്ഹബുകളിൽ കറുത്തോണ്ടും കൊടുക്കാമെന്നുണ്ട്. ചില സഹാബികൾ കറുത്തോണ്ട് എന്തായിരുന്നു കളറിട്ടിരുന്നു, പക്ഷേ ഷാഫി മദ്ഹബിൽ അത് ഹറാമാണ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മദ്ഹബ് മാറിയ ആൾക്കാർ ചിലപ്പോൾ കറുപ്പുകൊണ്ടൊക്കെ താടിയിലും തലയിലൊക്കെ കളർ കൊടുക്കുന്നുണ്ടാകും. ചിലപ്പോൾ ജോലിൻ്റെ കൂടി പ്രശ്നക്കാരോ നരച്ച ആൾക്കാരോ വേണ്ടെന്നൊക്കെ പറയും. അപ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. മദ്ഹബനുസരിച്ച് തന്നെ ജീവിക്കുക, ഒന്നിക്കൽ ചായം കൊടുക്കാതെ വെക്കുക. ഇനി ഒരു വെളുപ്പാട് കണ്ടില്ല പ്രശ്നമൊന്നുമില്ല, എണ്ണിട്ട് വൃത്തിയിൽ അടുക്കി ഒതുക്കി വാർന്ന് റസൂലുള്ളാഹി ജീവിച്ചതുപോലെ നമ്മളിങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ നല്ല ഭംഗിയുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വാലിഹീങ്ങളിലെ സജ്ജനങ്ങളിലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടെ. അൽഹംദുലില്ലാഹി 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 റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ അർഹമർ റഹീമായ റബ്ബേ, സ്വാലിഹീങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റബ്ബേ. ഹബീബായ മുത്തനബിയുടെ സുന്നത്തനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റബ്ബേ. അല്ലാഹുവേ, എന്നോടും എൻ്റെ ഹബീബായ മുത്തനബിയോടുള്ള സ്നേഹം മറ്റെന്തിനേക്കാളും ഞങ്ങളെ ഹൃദയത്തിന് നീ ഉണ്ടാക്കിത്തരണേ റഹ്മാനെ. ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും റയും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ റഹ്മാൻ റഹീമായ തമ്പുരാനെ, ഹബീബായ മുത്തനബിയോടുകൂടെ സ്വർഗ്ഗലോകത്ത് ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും മക്കളെയും ഭാര്യ ഭർത്താക്കന്മാരെയും നീ ഒരുമിച്ച് കൊടുത്തിരണേ റബ്ബേ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ മുറാദുകൾ നീ ഹസ്സലാക്കി കൊടുക്കണേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു